ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിലെ മുഴുവൻ ചോദ്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവ. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവയാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡമിക് എന്ന പേരിലാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രെപ്റ്റോജനിക് എന്നാണ്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രെപ്റ്റോജനിക് എന്നാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്കോ അതുപോലെ തന്നെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലോട്ടൊക്കെ അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. കോവിഡ്-19 പാൻഡമിക്കിനൊരു ഉദാഹരണമാണ്. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് വിളിക്കുന്നത്. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ എന്നിവയാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയതാരാണ്? റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ BCG വാക്സിനാണ്. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ച ഉടനെ. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ഏതാണ്? ക്ഷയരോഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗം ബാധിക്കുന്ന മുഖ്യ ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. ക്ഷയരോഗം ബാധിക്കുന്ന മുഖ്യ ശരീരഭാഗം ശ്വാസകോശമാണ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതി ഏതാണ്? ഡോട്ട്സ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതി ഡോട്ട്സ് ആണ്. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലെ ഹോങ്കോങ്ങിൽ. സാർസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സിവിയൻ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സാർസ് എന്നതിൻ്റെ പൂർണ്ണരൂപം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്.
ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷമാണ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരിംഗൈറ്റിസ് എന്നാണ്. തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ. തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയയാണ്. ഈ രോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറുകടി, പോളിയോമൈലറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറുകടി, പോളിയോമൈലറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സ ഏതാണ്? ORT. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നാണ് ORTയുടെ പൂർണ്ണരൂപം. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് ORT. ORTയുടെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നാണ്. കോളറ, അതിസാരം, ഡിസെൻറ്ററി എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനി ഏതാണ്? ORS ലായനി. ORS എന്നതിൻ്റെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ എന്നാണ്. കോളറ, അതിസാരം, ഡിസെൻറ്ററി എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS. ORS ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ORS ലായനിയിലെ ഘടകങ്ങൾ ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കൈകളുടെ ശുചിത്വക്കുറവ് മൂലവും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കൈകളുടെ ശുചിത്വക്കുറവ് മൂലവും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? എലിച്ചെള്ള്. എലിപ്പനി പരത്തുന്ന ജീവി എലിച്ചെള്ളാണ്. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഏതാണ്? മൃത്യുഞ്ജയം. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് മൃത്യുഞ്ജയം. ന്യൂമോണിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ന്യൂമോണിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറം. എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറം. കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ്. കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ്. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, ചുമ. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പ്രധാന ലക്ഷണം ചുമ തന്നെയാണ്. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം എന്നിവയൊക്കെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, 5-ാം പനി അഥവാ മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഇവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, വയറുകടി, പോളിയോമൈലറ്റിസ് എന്നിവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള എന്നിവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള എന്നിവ. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് എന്നിവ. രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും.
മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോ പനി, നിപ്പ, എംബോള എന്നിവ. മൃഗങ്ങൾ പരത്തുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോപ്പനി, നിപ്പ, എബോള. ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ നോക്കാം. മന്തുരോഗം ക്യൂലക്സ് പെൺകൊതുകാണ് പരത്തുന്നത്. മലേറിയ അനോഫിലിസ് പെൺകൊതുക്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി എന്നിവ ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ്. ജപ്പാൻ ജ്വരം രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ്. പ്ലേഗ് എലിച്ചെള്ളാണ് പരത്തുന്നത്. ടൈഫസ് പേനും ചെള്ളുമാണ്. കാല അസർ സാൻഡ് ഫ്ലൈ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് സെറ്റ്സെ ഫ്ലൈ ആണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമെന്ന് അറിയപ്പെടുന്നതും ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ളതുമായ സാംക്രമിക രോഗം ഏതാണ്? കുഷ്ഠരോഗം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം, അതുപോലെ ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ളതുമായ സാംക്രമിക രോഗം കുഷ്ഠരോഗമാണ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആഫ്രിക്ക. എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ്. എബോള രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? RNA വൈറസ്. എബോള രോഗത്തിന് കാരണമായ രോഗകാരി RNA വൈറസ് ആണ്. എബോള രോഗം പകരുന്നതിന് കാരണമായ ജന്തുക്കൾ ഏതൊക്കെയാണ്? വവ്വാലുകൾ, ചിമ്പൻസി, ഗൊറില്ല. എബോള രോഗം പകരുന്നതിന് കാരണമായ ജന്തുക്കൾ വവ്വാലുകൾ, ചിമ്പൻസി, ഗൊറില്ല എന്നിവയാണ്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം എന്താണ്? COVID-19. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് COVID-19. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കിരീടം. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. കൊറോണ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. കൊറോണ രോഗം അല്ലെങ്കിൽ COVID-19 ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കൊറോണ ഏത് വിഭാഗത്തിൽപ്പെടുന്ന രോഗമാണ്? പാൻഡമിക്. കൊറോണ അല്ലെങ്കിൽ COVID-19 പാൻഡമിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗമാണ്. ലോകത്ത് ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാനിൽ 2019 ഡിസംബർ 31-നാണ്. ലോകത്ത് ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാനിൽ 2019 ഡിസംബർ 31-നാണ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? തായ്ലൻഡ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡാണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശ്ശൂരും രണ്ടാമത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആലപ്പുഴയിലുമാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശ്ശൂരും രണ്ടാമത്തെ ജില്ല ആലപ്പുഴയുമാണ്. ഇന്ത്യയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലെ കൽബുർഗി എന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലെ കൽബുർഗിയിലാണ്. കൊറോണ രോഗനിർണയ ടെസ്റ്റായ RT-PCR പൂർണ്ണരൂപം എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. കൊറോണ രോഗനിർണയ ടെസ്റ്റായ RT-PCR പൂർണ്ണരൂപം എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല എറണാകുളമാണ്. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ബ്രേക്ക് ദ ചെയിൻ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചതെന്നാണ്? 2020 മാർച്ച് 11-ന്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11-നാണ്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ ലീ വെൻലിയാങ്. COVID-19 വൈറസ് കണ്ടുപിടിച്ചത് ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ്? എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദം ഏതാണ്? ഒമിക്രോൺ. 2021 നവംബറിൽ
ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടകയാണ്. ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? എറണാകുളം. ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല എറണാകുളമാണ്. 2021 മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധ ഏതാണ്? ബ്ലാക്ക് ഫംഗസ്. 2021 മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയാണ് ബ്ലാക്ക് ഫംഗസ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മനീഷ് കുമാർ. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാറാണ്. ലോകത്ത് ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യ. ലോകത്ത് ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആരോഗ്യ സേതു. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. 2022 ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗം ഏതാണ്? BA.2.75. 2022 ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗമാണ് BA.2.75. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ COVID-19 വാക്സിനാണ് കോവാക്സിൻ. കോവാക്സിൻ്റെ ശാസ്ത്രീയ നാമം BBV152 എന്നാണ്. കോവാക്സിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? BBV152 എന്നാണ്. കോവാക്സിൻ വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഭാരത് ബയോടെക് ഇന്ത്യ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. കോവാക്സിൻ വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ ഭാരത് ബയോടെക് ഇന്ത്യ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നീ സ്ഥാപനങ്ങളാണ്. ഭാരത് ബയോടെക് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ICMRൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ICMR സ്ഥാപിതമായത് 1911 ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ICMRൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സ്ഥാപിതമായ വർഷം 1911. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം പൂനെയാണ്, മഹാരാഷ്ട്രയിലെ പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥാപിതമായത് 1952 COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? കോവിഷീൽഡ്. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം AZD1222 എന്നാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? പൂനെ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെയാണ്. ഇത് സ്ഥാപിതമായത് 1966 കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം എന്താണ്? പിങ്ക് നിറം. കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം പിങ്ക് നിറമാണ്. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ്? HIV. പൂർണ്ണരൂപം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് HIV ആണ്. പൂർണ്ണരൂപം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയ ആരാണ്? ലൂക്ക് മൊണ്ടാഗ്നിയർ. എയ്ഡ്സിൻ്റെ വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടാഗ്നിയർ ആണ്. HIV ഏത് തരത്തിലുള്ള വൈറസാണ്? റിട്രോ വൈറസാണ്. HIV റിട്രോ വൈറസാണ്. എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന ഏതാണ്? എലിസ ടെസ്റ്റ്. എയ്ഡ്സ് രോഗം തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലിസ ടെസ്റ്റ്. എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ്. എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ്. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്.
എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്ക, 1981. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ്. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് ART. ഇതിൻ്റെ പൂർണ്ണരൂപം ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് ART. ARTയുടെ പൂർണ്ണരൂപം ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ്. ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1988. ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയ വർഷം 1988. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ഏതാണ്? 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം എന്താണ്? റെഡ് റിബൺ. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് റെഡ് റിബൺ. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2022 ലോക എയ്ഡ്സ് ദിന പ്രമേയം എന്തായിരുന്നു? ഈക്വലൈസ്, അതായത് തുല്യമാക്കുക. 2022 ലോക എയ്ഡ്സ് ദിന പ്രമേയം ഈക്വലൈസ് അഥവാ തുല്യമാക്കുക എന്നായിരുന്നു. ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ലൈംഗിക രോഗം ഏതാണ്? സിഫിലിസ്. ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ലൈംഗിക രോഗം സിഫിലിസ് ആണ്. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മെക്സിക്കോ. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലെ ഹോങ്കോങ്ങിൽ. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. മാൾട്ടാപ്പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളമാണ്. മാൾട്ടാപ്പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളമാണ്. കോങ്കോ പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. കോങ്കോ പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളാണ് കുരങ്ങുപനി, നിപ്പ, ജാപ്പനീസ് എൻസഫലൈറ്റ് എന്നിവ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? കുരങ്ങുപനി, നിപ്പ, ജാപ്പനീസ് എൻസഫലൈറ്റ്സ്. കൊതുകുകളുടെ ജീവിതചക്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഘട്ടങ്ങൾ എത്രയാണ്? 4. കൊതുകുകളുടെ ജീവിതചക്രത്തിൽ അടങ്ങിയിട്ടുള്ള ഘട്ടങ്ങൾ 4 കൊതുകിൻ്റെ മുട്ട വിരിയിക്കുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്? 8 മുതൽ 10 ദിവസം വരെ. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8 മുതൽ 10 ദിവസം വരെയാണ്. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏതാണ്? മന്ത്. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മന്ത്. മന്തുരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ്. മന്തുരോഗം പരത്തുന്ന കൊതുക് ക്യൂലെക്സ് പെൺകൊതുകാണ്. മന്തിന് കാരണമായ വിര ഏതാണ്? ഫൈലേറിയ വിരയാണ്. മന്തിന് കാരണമായ വിര ഫൈലേറിയ വിരയാണ്. മന്തുരോഗം ബാധിക്കുന്നത് ലിംബ് ഗ്രന്ഥികളെയാണ്. മന്തുരോഗം ബാധിക്കുന്നത് ലിംബ് ഗ്രന്ഥികളെയാണ്. മലേറിയ പരത്തുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയമാണ്. മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? പ്രോട്ടോസോവ. മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം പ്രോട്ടോസോവയാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ. മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലിസ് പെൺകൊതുകുകളാണ്. നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? മലേഷ്യ. നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം മലേഷ്യയാണ്. 1999 മലേഷ്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്ത് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നാണ്? 2018 മെയ് 19. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്ത് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018 മെയ് 19. നിപ്പ വൈറസ് രോഗം ബാധിച്ച് മരണമടഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സ് ആരാണ്? ലിനി പുതുശ്ശേരി.
നിപ്പ വൈറസ് രോഗം ബാധിച്ച് മരണമടഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സ് ലിനി പുതുശ്ശേരിയാണ്. മലമ്പനിയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം. മലമ്പനിയുടെ അപരനാമങ്ങളാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നിവ. മലമ്പനിക്ക് നൽകുന്ന ഔഷധം എന്താണ്? ക്യൂനൈൻ. മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യൂനൈൻ. മലേറിയ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? അൽഫോൺസ് ലവേറൻ. മലേറിയ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് അൽഫോൺസ് ലവേറനാണ്. അനോഫിലിസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ച ആരാണ്? സർ റൊണാൾഡ് റോസ്. അനോഫിലിസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചത് സർ റൊണാൾഡ് റോസ് ആണ്. മലമ്പനി രോഗാണുവായ പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടുപിടിച്ച ആരാണ്? സർ റൊണാൾഡ് റോസ്. മലമ്പനി രോഗാണുവായ പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടുപിടിച്ചത് സർ റൊണാൾഡ് റോസ് ആണ്. ലോക മലമ്പനി ദിനം എന്നാണ്? ഏപ്രിൽ 25. ലോക മലമ്പനി ദിനം ഏപ്രിൽ 25. ലോക കൊതുക് ദിനം എന്നാണ്? ഓഗസ്റ്റ് 20. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ്. ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ. കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ. കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ്. ചിക്കൻ ഗുനിയ എന്ന വാക്കിന് അർത്ഥം എന്താണ്? വളഞ്ഞു നിൽക്കുക. ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ്? സിക്ക. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗമാണ് സിക്ക. സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഏതാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരത്തെ പാറശാലയാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിൽ. ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് 2009 ഹൈദരാബാദിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ നന്ദർബാറിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് 2006 മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നീ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് സിലിഗുരിയിലാണ്. 2001 പശ്ചിമ ബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് 2003 ഗോവയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് 2003 ഗോവയിലാണ്. വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതമായ പേൻ പരത്തുന്ന രോഗം ഏതാണ്? ടൈഫസ്. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതമായ പേൻ പരത്തുന്ന രോഗമാണ് ടൈഫസ്. ഈച്ചയുടെ ലാർവകൾ അറിയപ്പെടുന്നത് മാഗോട്ടുകൾ എന്നാണ്. ഈച്ചയുടെ ലാർവകൾ അറിയപ്പെടുന്നത് മാഗോട്ടുകൾ എന്നാണ്. ഈച്ചയുടെ ജീവിതചക്രത്തിൽ എത്ര ഘട്ടങ്ങളാണുള്ളത്? 4. അതെങ്ങനെയാണ്? മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച, ഇങ്ങനെയാണ്. ഈച്ചയുടെ ജീവിതചക്രത്തിൽ 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഘട്ടം മുട്ട, പിന്നെ ലാർവ, പിന്നെ പ്യൂപ്പ, അവസാനം മുതിർന്ന ഈച്ച. ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതിസാരം, കോളറ, ഡിസെൻറ്ററി, അമീബിയാസിസ്, ടൈഫോയിഡ്, ചെങ്കണ്ണ്, ട്രക്കോമ എന്നിവയാണ്. ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതിസാരം, കോളറ, ഡിസെൻറ്ററി, അമീബിയാസിസ്, ടൈഫോയിഡ്, ചെങ്കണ്ണ്, ട്രക്കോമ എന്നിവയാണ്.
ഇനി രോഗങ്ങളും രോഗകാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ടത് പറയാം. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക. കോളറ വിബ്രിയോ കോളറയാണ്. ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. കുഷ്ഠം മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറേജിയാണ്. സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചിക്കൻ ഗുനിയ വൈറസ്, പേവിഷബാധ റാബീസ് വൈറസ്, ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്, സാർസ് കൊറോണ വൈറസ്, പന്നിപ്പനി H1N1 വൈറസ്, പക്ഷിപ്പനി H5N1 വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ്, നിപ്പ വൈറസ്, എബോള വൈറസ്, കുരങ്ങുപനി KFD വൈറസ്, COVID-19 സാർസ് കൊറോണ വൈറസ്. ഇത്രയും എയ്ഡ്സ് HIV നമ്മൾ പഠിച്ചതാണ്. ജലദോഷം റൈനോ വൈറസ്. ഈ രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളുമാണ്. ഇതും പ്രധാനപ്പെട്ടാണ്, എല്ലാം തന്നെ പഠിക്കണം. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളാണ് അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ. എയ്ഡ്സ് ബാധിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിനെയാണ്. മുണ്ടുനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥി അഥവാ ഉമിനീർ ഗ്രന്ഥിയാണ്. മലേറിയ ബാധിക്കുന്നത് പ്ലീഹയാണ്. ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് ടോൺസിൽ ഗ്രന്ഥിയാണ്. ഗോയിറ്റർ ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്ന തൊണ്ടയാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ്, സാർസ്, COVID-19, സിലിക്കോസിസ്, ക്ഷയം. ടൈഫോയിഡ് ബാധിക്കുന്ന കുടലിനെയാണ്. ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവ ബാധിക്കുന്ന കരളിനെയാണ്. സോറിയാസിസ് ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എക്സിമ, മെലനോമ എന്നിവ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. പയോറിയ ബാധിക്കുന്ന മോണയാണ്. ജിഞ്ചിവൈറ്റിസ് ബാധിക്കുന്നത് മോണയാണ്. ഇനി രോഗങ്ങൾക്കുള്ള വിശേഷണങ്ങളാണ്. ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മലമ്പനിയാണ്. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. ഗ്രേവ്സ് രോഗം ഗോയിറ്ററാണ്. ലോക്ജ ഡിസീസ് ടെറ്റനസ് ആണ്. രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനിയാണ്. കറുത്ത മരണം പ്ലേഗാണ്. വെളുത്ത പ്ലേഗ് ക്ഷയമാണ്. കോക്ക് രോഗം ക്ഷയമാണ്. ഹാൻസൻസ് രോഗം കുഷ്ഠമാണ്. കില്ലർ ന്യൂമോണിയ സാർസാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. വീൽസ് ഡിസീസ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന എലിപ്പനിയാണ്. ബ്ലൂ ഡെത്ത്, വിഷൂചിക, റിവറൈൽ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന കോളറയാണ്. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയയാണ്. അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയാണ്. വൂൾസോട്ടേഴ്സ് ഡിസീസ് ആന്ത്രാക്സ് ആണ്. മാർജാര നൃത്തരോഗം മീനമാത രോഗമാണ്. മദ്രാസായി ചെങ്ങണ്ണാണ്. വില്ലൻ ചുമ പെർട്ടൂസസ് ആണ്. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആണ്. ഷെയ്ക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന പാർക്കിൻസൺസ് രോഗമാണ്. സ്മൃതിനാശരോഗം അൾഷിമേഴ്സ് ആണ്. നിശബ്ദനായ കാഴ്ച അപകാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം ജില്ലയാണ്. കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ന്യൂമോകോണിയോസിസ്. കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഫാർമേഴ്സ് ലങ്. ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഫാർമേഴ്സ് ലങ്. പാറമടകളിൽ പണിയെടുക്കുന്നവരിലും ഖനി തൊഴിലാളികളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? സിലിക്കോസിസ്. സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. പാറമടകളിലും അതുപോലെ ഖനി തൊഴിലാളികളിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് സിലിക്കോസിസ്. ആസ്പെറ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? ആസ്പെറ്റോസിസ് ആണ്. ആസ്പെറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ആസ്പെറ്റോസിസ് ആണ്. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗം ഏതാണ്? കാർപ്പൽ ടണൽ സിൻഡ്രോം. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ്. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ്. വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് അസ്ഥിസന്ധികളെയാണ്. വാദം, റുമാറ്റിസം,
ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് അസ്ഥിസന്ധികളെയാണ്. ഭ്രാന്തിപ്പശു രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. ഭ്രാന്തിപ്പശു രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ആന്ത്രാക്സിന് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയയാണ്. ആന്ത്രാക്സിന് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് എന്താണ്? പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ്. പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? മരാസ്മസ് ആണ്. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പിതാവ് ആരാണ്? സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പിതാവ് സാമുവൽ ഹാനിമാൻ ആണ്. ആയുർവേദത്തിൻ്റെ പിതാവ് ആരാണ്? ആത്രേയ മഹർഷി. ആയുർവേദത്തിൻ്റെ പിതാവ് ആത്രേയ മഹർഷിയാണ്. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ്. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരാണ്. ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ ഏതൊക്കെയാണ്? വാതം, പിത്തം, കഫം. ആയുർവേദത്തിലെ ത്രിദോഷങ്ങളാണ് വാതം, പിത്തം, കഫം. അഷ്ടാംഗ ഹൃദയത്തിൻ്റെ കർത്താവ് ആരാണ്? വാഗ്ഭടൻ. അഷ്ടാംഗ ഹൃദയം എന്ന കൃതി ആയുർവേദവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ഇത് രചിച്ചത് വാഗ്ഭടനാണ്. യുനാനി ചികിത്സ ഉടലെടുത്ത രാജ്യം ഗ്രീസാണ്. യുനാനി ചികിത്സ ഉടലെടുത്ത രാജ്യം ഗ്രീസാണ്. അത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അറബികളാണ്. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്ന രാജ്യം ചൈനയാണ്. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായം ചൈനയുടേതാണ്. അക്യുപഞ്ചർ സമ്പ്രദായത്തിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് സൂചി ഉപയോഗിച്ചുള്ളൊരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ആൻറ്റിപയററ്റിക്സ്. ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ആൻറ്റിപയററ്റിക്സ്. വേദന സംഹാരികളാണ് അനാൽജസിക്സ്. വേദന സംഹാരികളാണ് അനാൽജസിക്സ്. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധം ഏതാണ്? ആൻറ്റിവെനം. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആൻറ്റിവെനം. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ പ്രതിയൗഗികങ്ങളെന്ന് പറയും. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രതിയൗഗികങ്ങൾ. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആദ്യത്തെ പ്രതിയൗഗികം ഏതാണ്? പെനിസിലിനാണ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആദ്യത്തെ പ്രതിയൗഗികമായ പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെനിസിലിനാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് പെൻസിലിനാണ്. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംപ്രി. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പിംപ്രിയിലാണ്. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? വസൂരി വാക്സിനാണ്. എഡ്വേർഡ് ജെന്നറാണ് വസൂരി വാക്സിൻ വികസിപ്പിച്ചത്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിനാണ്. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം ഏതാണ്? വസൂരി അഥവാ സ്മാൾ പോക്സ്. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2014 മാർച്ച് 27. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27-നാണ്. പോളിയോ വാക്സിൻ നൽകുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സ്. പോളിയോ വാക്സിൻ നൽകുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് നൽകണം? 7 പ്രാവശ്യം. 5 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് പോളിയോ വാക്സിൻ നൽകുന്നത്. അതുപോലെ പോളിയോ തുള്ളിമരുന്ന് ഈ 5 വയസ്സിനുള്ളിൽ 7 തവണയായി കുട്ടികൾക്ക് നൽകണം.
പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ് പാസ്ചർ ചികിത്സ. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് അറിയപ്പെടുന്നത് പാസ്ചർ ചികിത്സ എന്നാണ്. ഇന്ത്യയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കുന്നത് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. തമിഴ്നാട്ടിലെ കൂനൂരിലുള്ള പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ത്യയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കുന്നത്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിൻ ഏതാണ്? ജെൻവാക്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വാക്സിനാണ് ജെൻവാക്. ഡെങ്കിപ്പനിക്കുള്ള പ്രതിരോധ വാക്സിൻ്റെ പേരെന്താണ്? ഡെങ്കുവാക്സിയ. ഡെങ്കിപ്പനിക്കുള്ള പ്രതിരോധ വാക്സിനാണ് ഡെങ്കുവാക്സിയ. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരത്താണ്. 2020 7 രോഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ കുട്ടികളെ വാക്സിനിലൂടെ തടയുവാനായി 2014 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഷൻ ഇന്ദ്രധനുസ്. 2020 7 രോഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ കുട്ടികളെ വാക്സിനിലൂടെ തടയുവാനായി 2014 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. DPT കുത്തിവയ്പ്പ് നൽകുന്നത് ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. DPT കുത്തിവയ്പ്പ് നൽകുന്നത് ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? ആൽബർട്ട് സാബിനാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും. ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതായത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വാക്സിനാണത്, അത് കണ്ടുപിടിച്ചത് ജോനസ് ഇ സാൽക്കാണ്. ഓറൽ പോളിയോ വാക്സിൻ വായിലൂടെ നൽകുന്ന തുള്ളിമരുന്നാണ്, അത് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും. ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനസ് ഇ സാൽക്കുമാണ്. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത്, അതായത് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനാണ് റാബീസ് വാക്സിൻ. ഇത് കണ്ടുപിടിച്ചത് ലൂയി പാസ്ചർ ആണ്. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? ലൂയി പാസ്ചർ. വേദനയില്ലാത്ത അവസ്ഥ അറിയപ്പെടുന്നത് അനാൽജസിയ എന്നാണ്. അതുപോലെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എഫാസിയ. വായിക്കാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന അലക്സിയ എന്നാണ്. എഴുതാൻ കഴിയാത്ത അവസ്ഥയാണ് എഗ്രാഫിയ. ദഹനക്കേട് അറിയപ്പെടുന്നത് ഡിസ്പെപ്സിയ എന്നാണ്. വിശപ്പില്ലായ്മ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അനോറെക്സിയ എന്നാണ്. ഉറക്കമില്ലായ്മ ഇൻസോംനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഉറക്കമില്ലായ്മ ഇൻസോംനിയ എന്നാണ് അറിയപ്പെടുന്നത്. മാൻഡോക്സ് ടെസ്റ്റ് അതുപോലെ ടൈം ടെസ്റ്റൊക്കെ നടത്തുന്നത് ക്ഷയരോഗ നിർണയത്തിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ TST ടെസ്റ്റും ക്ഷയരോഗത്തിൻ്റെതാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗം കണ്ടുപിടിക്കാനുള്ളതാണ്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗം കണ്ടുപിടിക്കാനുള്ളതാണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനിക്കുള്ളതാണ്. എലിസ ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് എന്നിവ എയ്ഡ്സ് രോഗം നിർണയത്തിനുള്ളതാണ്. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് എന്നിവ സിഫിലിസ് രോഗം കണ്ടുപിടിക്കാനുള്ളതാണ്. ഹിസ്റ്റാമിൻ ടെസ്റ്റും ലെപ്രിമിൻ ടെസ്റ്റും കുഷ്ഠരോഗം നിർണയത്തിനുള്ളതാണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ളതാണ്. പാസ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കുക. ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് പൊതുവെ നടത്തുന്ന ടെസ്റ്റ് ബയോപ്സി ടെസ്റ്റാണ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് മാമോഗ്രാഫി ടെസ്റ്റാണ്. വർണ്ണാന്തത ഇഷികാര ടെസ്റ്റിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. മാലക്കണ്ണ് കണ്ടുപിടിക്കുന്ന റോസ് ബംഗാൾ ടെസ്റ്റിലൂടെയാണ്. ബിലുറിമിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തമാണ്. DNA ടെസ്റ്റ് പിതൃത്വ പരിശോധനയ്ക്കുള്ളതാണ്. വീൽ ഫെലിക്സ് ടെസ്റ്റ് സ്ക്രബ് ടൈഫസ് കണ്ടുപിടിക്കുന്നതിനുള്ളതാണ്. പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പഠിക്കാവുന്നതാണ്. ഇതിൽ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ്. കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി, അതുപോലെ പ്രധാനപ്പെട്ടത് വായിക്കാം. ഹൃദയവും ഹൃദയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, മരുന്നുകളെക്കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി, മുറിവുകളെക്കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജി. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ.
കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ്. അപകടമോ ഹൃദയാഘാതമോ സംഭവിക്കുന്ന വ്യക്തികൾക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ വിവിധ ശരീരഭാഗങ്ങളിലേക്കുള്ള പ്രാണവായു സഞ്ചാരം നിലയ്ക്കും. ഇത് തടയാനായി ചെയ്യുന്നതാണ് CPR. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ്. അപകടമോ ഹൃദയാഘാതമോ സംഭവിക്കുന്ന വ്യക്തികൾക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ വിവിധ ശരീരഭാഗത്തിലേക്കുള്ള പ്രാണവായു സഞ്ചാരം നിലയ്ക്കും. ഇത് തടയാനായി ചെയ്യുന്നതാണ് CPR, പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ലോക പ്രഥമ ശുശ്രൂഷാ ദിനം എന്നാണ്? സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ച. ലോക പ്രഥമ ശുശ്രൂഷാ ദിനം സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന പൊള്ളൽ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ വിധമാണ്? ഒന്നാമത്തേത്, ത്വക്ക് ചുവന്നു വരികയാണെങ്കിൽ 1-ാം ഡിഗ്രി പൊള്ളലാണ്. ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ 2-ാം ഡിഗ്രി പൊള്ളലാണ്. ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിച്ചാൽ 3-ാം ഡിഗ്രി പൊള്ളലാണ്. ശരീരകലകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഡിഗ്രി പൊള്ളലുമാണ്. പൊള്ളലിനെ 4 വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ത്വക്ക് ചുവന്നു വരികയാണെങ്കിൽ അത് 1-ാം ഡിഗ്രി പൊള്ളലാണ്. ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ 2-ാം ഡിഗ്രി പൊള്ളൽ. ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിച്ചാൽ 3-ാം ഡിഗ്രി പൊള്ളൽ. ശരീരകലകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഡിഗ്രി പൊള്ളൽ. വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു, ഹൃദയപേശികൾ ദൃഢമാക്കുന്നു, ശ്വസനവാതകങ്ങളുടെ വിനിമയം കാര്യക്ഷമമാക്കുന്നു. വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു, ഹൃദയപേശികൾ ദൃഢമാക്കുന്നു, ശ്വസനവാതകങ്ങളുടെ വിനിമയം കാര്യക്ഷമമാക്കുന്നു. എത്ര മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം? 3 മാസത്തിലൊരിക്കൽ. 3 മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം. രക്തദാനം ചെയ്യുന്നതിന് പ്രായപരിധിയുണ്ട്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കേ രക്തദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വസ്ത്രത്തിന് തീ പിടിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? വെള്ളമൊഴിച്ച് തീ അണയ്ക്കുക, അല്ലെങ്കിൽ ചാക്കോ മറ്റോ ഉപയോഗിച്ച് വ്യക്തിയെ മൂടുക. വസ്ത്രത്തിന് തീ പിടിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചാക്കോ മറ്റോ ഉപയോഗിച്ച് പൊള്ളലേറ്റ വ്യക്തിയെ മൂടുക. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പാമ്പ് കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ താഴ്ന്നിരിക്കുന്ന രീതിയിൽ വ്യക്തിയെ പൊസിഷൻ ചെയ്യുക. കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇത്രയുമാണ് പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്? വാഹകരായ ജീവികൾ വഴി, വസ്ത്രം, ചുമ, തുമ്മൽ, മലിനമായ ആഹാരവും ജലവും, സ്പർശനം, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയൊക്കെ രോഗങ്ങൾ പകരും. അനാരോഗ്യകരമായ ജീവിതശൈലി രീതികളും മറ്റ് ഘടകങ്ങളും മൂലമുണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കാറ്. അനാരോഗ്യകരമായ ജീവിതശൈലി രീതികളും മറ്റ് ഘടകങ്ങളും മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാമാണ്? പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, അതിരോസ്ക്ലീറോസിസ്, ഫാറ്റി ലിവർ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ്. ഒന്നുകൂടെ വായിക്കാം. പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, അതിരോസ്ക്ലീറോസിസ്, ഫാറ്റി ലിവർ ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്, വ്യായാമം ഇല്ലായ്മ, പുകവലി, മദ്യപാനം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ആഹാരത്തിൽ പോഷകക്കുറവ്, മയക്കുമരുന്ന് ഉപയോഗം ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. പുകവലി കാരണമുണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലമുണ്ടാകുന്നൊരു പ്രധാന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 2010. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 2010 കേരളത്തിന് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 2020. കേരളത്തിന് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന്
ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച വർഷം 2020 ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം. ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം. പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ് ഹൃദ്രോഗങ്ങൾ, പക്ഷാഘാതം, ടൈപ്പ് 2 പ്രമേഹം, ഫാറ്റി ലിവർ, അർബുദം, ഹോർമോണുകളുടെ അസന്തുലനം. പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദ്രോഗങ്ങൾ, പക്ഷാഘാതം, ടൈപ്പ് 2 പ്രമേഹം, ഫാറ്റി ലിവർ, അർബുദം, ഹോർമോണുകളുടെ അസന്തുലനം. പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സ്ട്രോക്കും മൈഗ്രെയിനും. പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്കും മൈഗ്രെയിനും. പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങളാണ് ആൻജിന, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഉയർന്ന കൊളസ്ട്രോൾ അളവ്, ത്രോംബോസിസ്, അതിരോസ്ക്ലീറോസിസ്. പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങളാണ് ആൻജിന, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഉയർന്ന കൊളസ്ട്രോൾ അളവ്, ത്രോംബോസിസ്, അതിരോസ്ക്ലീറോസിസ് എന്നിവ. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ഹൃദയരോഗങ്ങൾ എന്നാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളാണ് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക, ശരീരഭാരം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, പുകവലിയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക എന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക, ശരീരഭാരം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, പുകവലിയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ അറിയപ്പെടുന്നതാണ് ഹൃദയാഘാതം. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആൻജിന. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആൻജിന. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം എന്താണ്? നീലവൃത്തം. പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം നീലവൃത്തമാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ എന്നിവ. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഹൈലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്.
അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ബാൻഡിങ്ങും ബെസ്റ്റും. ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ ബാൻഡിങ്, ബെസ്റ്റ് എന്നിവരാണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ജുവനൈൽ ഡയബറ്റിസ് പ്രമേഹം, ഇൻസുലിൻ ആശ്രിത പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജുവനൈൽ ഡയബറ്റിസ് പ്രമേഹമെന്നും ഇൻസുലിൻ ആശ്രിത പ്രമേഹമെന്നും. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. പക്ഷാഘാതത്തിന് കാരണങ്ങൾ വാർദ്ധക്യം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവയാണ്. പക്ഷാഘാതത്തിന് കാരണം വാർദ്ധക്യം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവയാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഓങ്കോജീനുകൾ. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. ഓങ്കോളജി ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ ശാഖയാണ് ഓങ്കോളജി. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. ക്യാൻസർ രോഗനിർണയത്തിനായി നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ്? ബയോപ്സി. ക്യാൻസർ രോഗനിർണയത്തിനായി നടത്തുന്ന പരിശോധനയാണ് ബയോപ്സി. എക്സ്റേ, ഗാമ റേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയാണ് റേഡിയേഷൻ തെറാപ്പി. എക്സ്റേ, ഗാമ റേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയാണ് റേഡിയേഷൻ തെറാപ്പി. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ എന്നിവയാണ്. യോജനകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? സാർക്കോമ. യോജനകലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമയാണ്. സാർക്കോമ ബാധിക്കുന്ന ഭാഗം ഏതാണ്? അസ്ഥി. സാർക്കോമ രോഗം ബാധിക്കുന്നത് അസ്ഥിയെയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് മൂലം ത്വക്കിനുണ്ടാകുന്ന ക്യാൻസറാണ് മാലിഗ്നന്റ് മെലനോമ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് മൂലം ത്വക്കിനുണ്ടാകുന്ന ക്യാൻസർ ഏതാണ്? മാലിഗ്നന്റ് മെലനോമ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ്. സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ്. പ്രധാന ആരോഗ്യ ദിനങ്ങളാണ് ഇനി നോക്കുന്നത്. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1 ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28 ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 ലോക പോളിയോ ദിനം ഒക്ടോബർ 24 ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1
ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30 ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ലോക രക്തദാന ദിനം ജൂൺ 14 ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കാതോരം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ്? ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. 2022 ജൂണിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. 2022 ജൂണിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം പദ്ധതി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുഹൃതം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം എന്നാണ്. സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടി. സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ശുഭയാത്ര പദ്ധതി എന്നാണ്. ഈ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും നടക്കുന്ന അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയുടെ പേരെന്താണ്? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും നടക്കുന്ന അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? വയോരക്ഷ. നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി കൊണ്ടുവന്ന നിയമം ഏതാണ്? മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ് മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന
സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉഷസ്. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008 ആണ്. കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ്? ബാലമുകുളം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ ആവശ്യങ്ങൾക്കുമുള്ള ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയിൽ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആരോഗ്യകിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയിൽ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി ഏതാണ്? ആശ്വാസകിരണം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിന് വേണ്ട പണം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെ. കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിലേക്ക് വേണ്ട പണം സ്വരൂപിക്കുന്നത് കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെയാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സംസ്ഥാനത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26 AK ആൻ്റണിയാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26 AK ആൻ്റണിയാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയിലൂടെ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം എത്ര രൂപയാണ്? 2 ലക്ഷം രൂപ. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയിലൂടെ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന ആർക്കാണ്? എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കും. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളവർ എല്ലാ BPL കുടുംബങ്ങളും, അതുപോലെ പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങളും. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ ഏതു പദ്ധതിയുടെ കീഴിലാണ് വരുന്നത്? നവകേരളം പദ്ധതി. ആർദ്രം മിഷൻ നവകേരളം പദ്ധതിയുടെ കീഴിലാണ് വരുന്നത്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി
കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്മൈൽ. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൻ അഭിയാന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൻ അഭിയാന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം ഏതാണ്? പുനർജ്യോതി. തിരുവനന്തപുരം ജില്ലയിലാണ് പുനർജ്യോതി എന്ന കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആയുഷ് ഗ്രാമം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റിയുള്ള അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റിയുള്ള അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. പ്രതിമാസം ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം 1100 രൂപ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. പ്രതിമാസം ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം 1100 രൂപ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. 30 വയസ്സിനുമേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. 30 വയസ്സിനുമേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. നയനാമൃതം പദ്ധതി ഏത് പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്? അമൃതം ആരോഗ്യം പദ്ധതിയുടെ. നയനാമൃതം പദ്ധതി അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? ഹൃദ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. അംഗപരിമിതർക്കായി പ്രത്യേക വൈകല്യ ഐഡൻറ്റിറ്റി കാർഡ് നൽകുന്ന പദ്ധതി ഏതാണ്? യൂണിക് ഡിസേബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്. അംഗപരിമിതർക്കായി പ്രത്യേക വൈകല്യ ഐഡൻറ്റിറ്റി കാർഡ് നൽകുന്ന പദ്ധതിയാണ് യൂണിക് ഡിസേബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? മിഴി. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. അനാഥരും സംരക്ഷണം ആവശ്യമുള്ളതുമായ കുട്ടികളെ കണ്ടെത്തി അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അനാഥരും സംരക്ഷണം ആവശ്യമുള്ളതുമായ കുട്ടികളെ കണ്ടെത്തി അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്
സ്നേഹപൂർവ്വം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. കിടപ്പ് രോഗികൾക്കും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും വീടുകളിൽ എത്തി യഥാസമയം പരിശോധന ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സ്വാന്തനം. കിടപ്പ് രോഗികൾക്കും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും വീടുകളിലെത്തി യഥാസമയം പരിശോധന ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എൽസ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. ഹോമിയോപ്പതി വകുപ്പിലെ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? എം ഹോമിയോ. ഹോമിയോപ്പതി വകുപ്പിലെ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് എം ഹോമിയോ. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടൽ ഏതാണ്? ഇ ഹെൽത്ത്. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടലാണ് ഇ ഹെൽത്ത്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രാണവായു. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് പ്രാണവായു. ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്മൃതിപഥം. ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്മൃതിപഥം. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിക്കൂട്ടം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് കളിക്കൂട്ടം പദ്ധതി. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് കേരള സർക്കാർ പാസാക്കിയ ഏകീകൃത നിയമം ഏതാണ്? കേരള സാംക്രമിക രോഗങ്ങൾ ബില്ല് 2021. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് കേരള സർക്കാർ പാസാക്കിയ ഏകീകൃത നിയമമാണ് കേരള സാംക്രമിക രോഗങ്ങൾ ബില്ല് 2021. നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? നിയോക്രാഡിൽ. നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് നിയോക്രാഡിൽ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിർധനരായ വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് നൽകുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? കിഡ്സ്. പൂർണ്ണരൂപം കാസർഗോഡ് ഇനിഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട് എന്നാണ്. വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശ്വാസ്. വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ്. രാത്രികാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ ലഭിക്കുന്നതിനായുള്ള മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? പാതിരാവിലും പരിരക്ഷ. രാത്രികാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ ലഭിക്കുന്നതിനായുള്ള മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് പാതിരാവിലും പരിരക്ഷ. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പിലായവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവരുടെ പരിചരണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? കനിവ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പിലായവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവരുടെ പരിചരണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? കനിവ്. ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹത്ത്. ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹത്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റലാണ്. ഇന്ത്യയിലെ ആദ്യ ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച വർഷം ഏതാണ്? 2000. ഇന്ത്യയിലെ ആദ്യ ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച വർഷം 2000 ആണ്.
സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്നാണ്. 2015 ഓഗസ്റ്റ് 25. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദാണ്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25-നാണ്. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം. പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? അശ്വമേധം. പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം. പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമ്മ മനസ്സ്. പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമ്മ മനസ്സ്. UN ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ് 2022 ലഭിച്ച കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? അമൃതം ന്യൂട്രിമിക്സ്. UN ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ് 2022 ലഭിച്ച കുടുംബശ്രീയുടെ പദ്ധതിയാണ് അമൃതം ന്യൂട്രിമിക്സ്. കായകൽപ്പ അവാർഡ് 2022 ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ ആശുപത്രികൾ ഏതൊക്കെയാണ്? കൊല്ലം ജില്ലാ ആശുപത്രിയും എറണാകുളം ജില്ലാ ആശുപത്രിയും. കായകൽപ്പ അവാർഡ് 2022 ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ ആശുപത്രികൾ കൊല്ലം ജില്ലാ ആശുപത്രിയും എറണാകുളം ജില്ലാ ആശുപത്രിയുമാണ്. നഗരങ്ങളിലെയും ആദിവാസി മേഖലകളിലെയും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സമൃദ്ധ്. നഗരങ്ങളിലെയും ആദിവാസി മേഖലകളിലെയും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമൃദ്ധ്. പുകവലി ശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ക്വിറ്റ് ടൊബാക്കോ. പുകവലി ശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ക്വിറ്റ് ടൊബാക്കോ. വിശപ്പ് രഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭം ഏതാണ്? ജനകീയ ഭക്ഷണശാല ആലപ്പുഴ. വിശപ്പ് രഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആലപ്പുഴയിൽ ആരംഭിച്ച സംരംഭമാണ് ജനകീയ ഭക്ഷണശാല. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ്, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നൽകുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹിത. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ്, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നൽകുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? അതിജീവിക. സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് അതിജീവിക. കിടപ്പ് രോഗികൾ, അശരണർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? വാതിൽപ്പടി. കിടപ്പ് രോഗികൾ, അശരണർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വാതിൽപ്പടി. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി ഏതാണ്? നവകേരള മിഷൻ. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. നവകേരള മിഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2016 നവംബർ 10 പി സദാശിവമാണ്. നവകേരള മിഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2016 നവംബർ 10 അന്നത്തെ കേരളത്തിലെ ഗവർണറായിരുന്ന പി സദാശിവമാണ്. കൃഷി, ജലസേചനം, ശുചിത്വം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹരിത കേരളം. കൃഷി, ജലസേചനം, ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ച് ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? പെൻബൂത്ത്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയാണ് പെൻബൂത്ത്. ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ്. ലൈഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം
ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ്. ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലൈഫ്. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി ഏതാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം. കോവിഡ്-19 സമൂഹ വ്യാപനം തടയുന്നതിനായി ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിൻ്റെ പേരെന്താണ്? ബ്രേക്ക് ദ ചെയിൻ. കോവിഡ്-19 സമൂഹ വ്യാപനം തടയുന്നതിനായി ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.